ബയോസ് എക്സാം ടിപ്സിൻ്റെ രണ്ടാമത്തെ ക്ലാസ് സമാന്തര ശ്രേണികളിലേക്ക് സ്വാഗതം. സമാന്തര ശ്രേണികൾ എന്താണെന്ന് അറിയുന്നതിന് മുമ്പ് ശ്രേണികൾ എന്താണെന്ന് നോക്കാം. ഒരു പ്രത്യേക നിയമപ്രകാരം ക്രമമായി ആവർത്തിക്കുന്ന സംഖ്യാക്രമത്തെയാണ് ശ്രേണികളെന്ന് പറയുന്നത്. ഉദാഹരണം 10, 20, 30, 40 എന്നിങ്ങനെ തുടർന്നു പോകുന്ന ശ്രേണികൾ. ഇവ 10ൻ്റെ ഗുണിതമാണെന്ന് കാണാം. മറ്റൊരു ഉദാഹരണം നോക്കാം. 1, 4, 9, 16, 25 എന്നിങ്ങനെ പോകുന്ന ശ്രേണി. ഇവ വർഗങ്ങളുടെ ശ്രേണിയാണെന്ന് കാണാം. ശ്രേണികൾ എന്താണെന്ന് നേരത്തെ പറഞ്ഞുവല്ലോ. ഇങ്ങനെയുള്ള ശ്രേണികളിൽ അടുത്തടുത്ത രണ്ട് സംഖ്യകൾ തമ്മിലുള്ള വ്യത്യാസം ഒന്ന് തന്നെയാണെങ്കിൽ അങ്ങനെയുള്ള ശ്രേണികളെ പറയുന്ന പേരാണ് സമാന്തര ശ്രേണികൾ അഥവാ അരിത്തമെറ്റിക് പ്രോഗ്രഷൻ. സമാന്തര ശ്രേണിയിലെ അടുത്തടുത്ത രണ്ട് സംഖ്യകൾ തമ്മിലുള്ള വ്യത്യാസത്തെ പൊതുവ്യത്യാസം എന്ന് പറയുന്നു. മറ്റൊരു രീതിയിൽ പറയുകയാണെങ്കിൽ ഒരു നിശ്ചിത സംഖ്യ കൂട്ടി അടുത്ത സംഖ്യ കണ്ടെത്തുന്ന ശ്രേണിയെ സമാന്തര ശ്രേണി എന്ന് പറയാം. ഉദാഹരണത്തിന് 5, 7, 9 എന്നിങ്ങനെ പോകുന്ന സംഖ്യാശ്രേണിയിൽ അടുത്തടുത്ത രണ്ട് സംഖ്യകൾ തമ്മിലുള്ള വ്യത്യാസം 2 ആണെന്ന് കാണാം. അല്ലെങ്കിൽ 5നോട് 2 കൂട്ടിയിട്ടാണ് അടുത്ത സംഖ്യയായ 7 കിട്ടിയിരിക്കുന്നത്. 7നോട് 2 കൂട്ടി 9 കിട്ടിയിരിക്കുന്നു. അങ്ങനെയെങ്കിൽ ഈ ശ്രേണിയുടെ പൊതുവ്യത്യാസം 2 ആണെന്ന് പറയാൻ സാധിക്കും. സമാന്തര ശ്രേണിയുടെ ഒരു പ്രത്യേകതയാണ് അതിലെ ഓരോ സംഖ്യയും എത്രാമത്തെ പദമാണെന്ന് പറയാൻ കഴിയും. ഉദാഹരണത്തിന് 2, 5, 8, 11 ഈ ശ്രേണിയിലെ 4ാമത്തെ പദമാണ് 11 എന്ന് പറയാൻ സാധിക്കുന്നു. പദത്തിനെ ഇംഗ്ലീഷിൽ ടേം എന്ന് വിളിക്കുന്നു. സമാന്തര ശ്രേണിയിലെ അടുത്തടുത്ത രണ്ട് സംഖ്യകൾ തമ്മിലുള്ള വ്യത്യാസമാണ് പൊതുവ്യത്യാസം എന്ന് നേരത്തെ പറഞ്ഞുവല്ലോ. ഈ പൊതുവ്യത്യാസം പോസിറ്റീവ് സംഖ്യയാണെങ്കിൽ ശ്രേണി പോസിറ്റീവ് അനന്തതയിലേക്കും നെഗറ്റീവ് സംഖ്യയാണെങ്കിൽ നെഗറ്റീവ് അനന്തതയിലേക്കും പോകുന്നതായി കാണാം. സമാന്തര ശ്രേണിയിലെ പദം എന്താണെന്ന് നേരത്തെ പറഞ്ഞുള്ളൂ. സമാന്തര ശ്രേണിയിലെ പൊതുവായ ഒരു പദത്തെ സൂചിപ്പിക്കാൻ n-ാം പദം എന്ന് പറയുന്നു. സമാന്തര ശ്രേണിയിൽ ഒരു പദം കണ്ടെത്താനുള്ള സൂത്രവാക്യത്തെയാണ് n-ാം പദം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് ഏതൊരു പദവും കണ്ടെത്താനുള്ള ഒരു സൂത്രവാക്യമാണ് n-ാം പദം. ആദ്യ പദം എയും പൊതുവ്യത്യാസം ഡിയും ആയ ഒരു സമാന്തര ശ്രേണിയുടെ n-ാം പദം എന്നത് ആദ്യ പദത്തോട് n-1 തവണ പൊതുവ്യത്യാസം കൂട്ടിയതായിരിക്കും. ഒരു ഉദാഹരണം നോക്കാം. 2, 6, 10, 14 എന്നിങ്ങനെ പോകുന്ന ശ്രേണിയിലെ 14 എന്ന സംഖ്യ കിട്ടാൻ ആദ്യത്തെ സംഖ്യയോട് 3 പ്രാവശ്യം പൊതുവ്യത്യാസമായ 4 കൂട്ടിയതാണ്. മറ്റൊരു രീതിയിലും n-ാം പദം കണ്ടെത്താം. ഉദാഹരണത്തിന് ഇവിടെ 6 എന്നത് 2ാമത്തെ പദമാണ്, 14 4ാമത്തെ പദവും. 6നോട് 4 - 2 അതായത് 2 പ്രാവശ്യം പൊതുവ്യത്യാസം കൂട്ടിയതാണ് 14. ആദ്യ പദവും അവസാനത്തെ പദവും അറിയാമെങ്കിൽ പൊതുവ്യത്യാസം കണ്ടെത്താൻ ഈ സമവാക്യം ഉപയോഗിക്കുക. ഉദാഹരണത്തിന് 4ാമത്തെ പദം 14ഉം ആദ്യ പദം 2ഉം ആയാൽ പൊതുവ്യത്യാസം കാണാൻ 14 - 2 / 4 - 1 പൊതുവ്യത്യാസം 4 എന്ന് കിട്ടുന്നു. ഏതെങ്കിലും രണ്ട് പദങ്ങൾ അറിയാമെങ്കിൽ പൊതുവ്യത്യാസം കണ്ടെത്താൻ. ഉദാഹരണത്തിന് 4ാം പദം 14ഉം 2ാം പദം 6ഉം ആണെങ്കിൽ പൊതുവ്യത്യാസം
4. ചില ചോദ്യങ്ങളിൽ എണ്ണാം പദം 5+4 എന്ന രീതിയിൽ തരാം. ഇങ്ങനെയുള്ള ചോദ്യങ്ങളിൽ പൊതുവ്യത്യാസം കണ്ടെത്താൻ എണ്ണിൻ്റെ ഗുണോത്തരം എടുക്കുക, അതായത് എണ്ണിൻ്റെ മുമ്പിൽ കിടക്കുന്ന സംഖ്യ. ചില ചോദ്യങ്ങളിൽ സമാന്തര ശ്രേണി തന്നിട്ട് ഒരു സംഖ്യ ഈ ശ്രേണിയിലെ എത്രാമത്തെ പദമാണെന്ന് ചോദിക്കാം. അങ്ങനെയുള്ള ചോദ്യങ്ങളിൽ ഈ സമവാക്യം ഉപയോഗിക്കുക. ഒരു ചോദ്യം 2, 6, 10 ഈ ശ്രേണിയിലെ എത്രാമത്തെ പദമാണ് 30. ഇവിടെ 30 8ാമത്തെ പദമാണെന്ന് കാണും. മറ്റൊരു ചോദ്യം നോക്കാം. 3ാമത്തെ പദം 10ഉം 5ാമത്തെ പദം 22ഉം ആയ സമാന്തര ശ്രേണിയുടെ എത്രാമത്തെ പദമാണ് 34? ആദ്യം കണ്ടെത്തിയ രീതി ഉപയോഗിച്ച് പൊതുവ്യത്യാസം 4 എന്ന് കാണുക. സമവാക്യത്തിൽ പൊതുവ്യത്യാസം 4 ഉപയോഗിച്ച് ചെയ്യുക. 34 9ാമത്തെ പദമാണ്. സമാന്തര ശ്രേണിയിലെ പദങ്ങളുടെ തുക കണ്ടെത്താൻ ആദ്യ പദവും അവസാന പദവും അറിയാമെങ്കിൽ ആദ്യ പദത്തോട് അവസാന പദം കൂട്ടി എണ്ണത്തിൻ്റെ പകുതി കൊണ്ട് ഗുണിക്കുക. ആദ്യ പദവും പൊതുവ്യത്യാസവും അറിയാമെങ്കിൽ ഈ സമവാക്യം ഉപയോഗിച്ച് ചെയ്യുക. തുക കാണാൻ 2 × ആദ്യ പദം പ്ലസ് n-1 × പൊതുവ്യത്യാസം കിട്ടുന്ന തുകയെ എണ്ണത്തിൻ്റെ പകുതി കൊണ്ട് ഗുണിക്കുക. സമാന്തര ശ്രേണിയിലെ തുടർച്ചയായ 3 പദങ്ങളുടെ പ്രത്യേകതയാണ് നടുക്കുള്ള പദം ആദ്യത്തെയും അവസാനത്തെയും പദങ്ങളുടെ തുകയുടെ പകുതിയായിരിക്കും. അതുപോലെ തന്നെ സമാന്തര ശ്രേണിയിലെ മധ്യപദം, അതായത് കൃത്യം നടുക്കുള്ള പദം കണ്ടെത്താൻ ആദ്യ പദവും അവസാന പദവും കൂട്ടി പകുതി കാണുക. കൂടുതൽ വീഡിയോ ക്ലാസ്സുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.